സ്പെഷ്യൽ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അത്തിക്കായ കൊണ്ടുള്ളൊരു അച്ചാറാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നല്ലെണ്ണ, പച്ചമുളക്, വെളുത്തുള്ളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അച്ചാർ പൊടി, വിനാഗിരി, കടുക് പൊടിച്ചത്, ആവശ്യത്തിനുള്ള ഉപ്പുമാണ്. അത്തിക്കായ ഒരു സാധനമാണ്. ഇത് പൊളിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കും. ഇത് നന്നാക്കണ ഇതിനെ കാണിച്ചു തരാം. ചെത്തി ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു കളർ റോസ് കളറിൽ നമുക്കിത് ചെത്തിക്കളയണം. ഇങ്ങനെയാണ് ഇത് ഞാൻ നന്നാക്കിയിട്ട് എടുത്ത് വെച്ചതാണ്. ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇത് വെച്ചതാണ്. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാകും. ഈ അത്തിക്കായെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിൻ്റെ കറ കളയാൻ വേണ്ടിയിട്ട്. അപ്പോൾ തന്നെ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് ചൂടുവെള്ളത്തിൽ തിളപ്പിച്ചെടുക്കാൻ പോകണം. അതിൻ്റെ കൂടുതൽ മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. കറയെല്ലാം ഇളകിപ്പോൾ അതിന് ശേഷം നമുക്ക് അച്ചാർ ഇടാം. അതിനകത്തുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇച്ചിരി മഞ്ഞപ്പൊടി ഒന്ന് തൂക്കി കൊടുക്കാം. ഇനി അത് കടന്നൊന്ന് തിളച്ച് വരട്ടെ. അങ്ങനെ അത്തിക്കായ നമ്മൾ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇനി ഊറ്റിയെടുത്തിട്ട് വരാം. നല്ലെണ്ണ ഒഴിച്ചെടുക്കണം. എണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഉലുവയും കൂടെ വറക്കാം. കടുക് ഇട്ടുകൊടുത്തോണ്ട് വെളുത്തുള്ളി ഇടണം. അതിൻ്റെ കൂടെ പച്ചമുളകും കൂടെ നമുക്ക് അതിലേക്ക് കറിവേപ്പിലേക്ക് കൂടെ ഇട്ടു. ഇതിലേക്ക് ഞാൻ ഒന്നും കൂടെ പറയാൻ പോകണ അച്ചാർ പൊടി, കാശ്മീർ ചില്ലി പൗഡർ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നത്. ഇതൊന്ന് മൂത്ത് വരുന്നവരെ ഒരു മിനിറ്റൊക്കെ ഒന്ന് പച്ചമണം മറന്നവരെ നമുക്കൊന്ന് ഇറക്കി കൊടുക്കാം. നല്ല മണം വരുന്നുണ്ട് അച്ചാറിൻ്റെ പൊടി. ഇനി അതിലേക്ക് തിളപ്പിച്ച് വെച്ചിട്ടുള്ള അത്തിക്കായ ഇട്ടൊന്ന് കൊടുക്കാം. ഇതിൽ കടന്നിട്ട് അത്തിക്കായ ഒന്ന് തിളവ് വേണം. ഇതിലേക്കാനും ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ളത് കല്ലുപ്പാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതൊന്നും ഇതിൽ കടന്ന് വഴന്ന് വരട്ടെ. അങ്ങനെ ഇവിടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് കടുകും ഉലുവയും കൂടെ പൊടിച്ച പൊടി കുറച്ചിടാം. അതിനുശേഷം നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന്. അങ്ങനെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ സൂപ്പറാണ്. ഇതിനെ കൊണ്ട് തോരൻ ഉണ്ടാക്കാൻ പറ്റി. അത്തിക്കായ വെച്ചിട്ടുണ്ടോ ഇതുപോലെ. അങ്ങനെ ഇവിടെ അത്തിക്കായ കൊണ്ടുള്ള അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഞങ്ങളുടെ കുഞ്ഞു ചാനൽ എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. വീണ്ടും കാണാം വേറൊരു കൊച്ചു വീഡിയോ ആയിട്ട്.